അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി അൽസൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായി നമുക്ക് വേണ്ടത് കുത്തിയ ഗോതമ്പാണ്. 1 കപ്പ് ഗോതമ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് 3 ഗ്ലാസ് പച്ചവെള്ളം അതിലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഭാഗം ഉള്ളിയും പിന്നെ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കുക്കറിൻ്റെ മൂടി നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ടാണ് ഫ്ലെയിം ഓൺ ആക്കേണ്ടത്. ഫസ്റ്റ് വിസിലിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 20 മിനിറ്റ് വരെ വേവിക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് നന്നായി വെന്തിന്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അതിലിട്ട സ്പൈസസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതിൻ്റെ ഒരു 1/2 പോർഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒന്നുകൂടി ഫ്ലെയിം ഓണാക്കി 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേ നേരം ഒന്നും ചൂടാക്കേണ്ട. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫാക്കാം. ഇനി ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഗീ ഒഴിച്ച് കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും വറുത്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അൽസ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ആ ഗീ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കാഷ്യൂ നട്ട്സും റൈസിൻസും കൊണ്ട് ഗാർണിഷ് ചെയ്യാം. നമ്മൾ കല്യാണ വീട്ടിലെല്ലാം ഫസ്റ്റ് ബിരിയാണിക്ക് മുമ്പേ സെർവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ അൽസ. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെരി ഈസി ആൻഡ് പെർഫെക്റ്റ് റെസിപ്പിയാണിത്. എൻ്റെ മക്കൾക്ക് 2 ഇഷ്ടമായിന്, ഹസ്ബൻഡിനും ഇഷ്ടമായിന്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാ. ബൈ.